ചിരി കൊണ്ട് കേരളത്തിൻ്റെ ചിരിയുടെ സ്വന്തം ബ്രാൻഡ് അംബാസഡറായി മാറിയ ദിവ്യ എസ് അയ്യർ ആ ചിരി കൊണ്ട് പ്രതിപക്ഷത്തെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ചിരി എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ഭംഗിയുള്ള, ഇത്ര ഗംഭീരമായ, ഇത്ര ആത്മവിശ്വാസമുള്ള ചിരി, അതും വിമർശനങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും നേരിടുമ്പോൾ അതിനെല്ലാം പുല്ലുവില കൽപ്പിച്ചുള്ള ചിരി കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവച്ചു. സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ നടന്ന സാംസ്കാരിക സംഗമത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരുമൊത്തുള്ള അവരുടെ ആ ചിരി അത് ചില്ലറ എഫക്റ്റ് അല്ല ഉണ്ടാക്കുക. എന്തായാലും ആ ദൃശ്യങ്ങളൊന്ന് കണ്ടേ. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം. തണൽ മരങ്ങളായി പരസ്പരം തലോടി നിൽക്കണം, വിശാല സ്നേഹമായി നമുക്ക് ചേർന്നു നിൽക്കണം. തണൽ മരങ്ങളായി പരസ്പരം തലോടി നിൽക്കണം, വിശാല സ്നേഹമായി നമുക്ക് ചേർന്നു നിൽക്കണം. തളർച്ചകൾക്കു താങ്ങു നൽകി മുറിവുകൾക്കു തേൻ പുരട്ടി ഇരുളകറ്റുവാൻ നമുക്ക് ചൂട്ടുമിന്നണം. ഏതിനെയും ഒരു ചിരി കൊണ്ട് നേരിടുന്ന സൈക്കോളജി, അതാണ് ദിവ്യ എസ് അയ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം.